എല്ലാവർക്കും നമസ്കാരം. കിച്ചുവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം രേഷ്മ പി തങ്കച്ചൻ ഭയങ്കര പാനിക് സിറ്റുവേഷനിൽ കൂടെ പോവുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവരെ ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യണമെന്നോ ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഇവർ ശരിക്കും വിഷയങ്ങളെ വളച്ചൊടിച്ച് സംസാരിക്കുമ്പോൾ ആസ് എ റിയാക്ഷൻ വ്ളോഗർ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. വേറെ കോണ്ടന്റ് എടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. എനിക്ക് രേഷ്മ പി തങ്കച്ചനോട് പറയാനുള്ളത്, ഒരു ദിവസം നിങ്ങൾ ഒരു കോണ്ടന്റ് ഇട്ട് തന്നാൽ മതി. നിങ്ങളാണല്ലോ പറയുന്നത് നിങ്ങൾ കോണ്ടന്റ് ഇട്ട് തരാണെന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ദിവസം ഒരു കോണ്ടന്റ് ഇട്ടാൽ മതി. ഇങ്ങനെ അടിക്കടി ഇടുമ്പോഴേക്കും നമുക്ക് സമയം കിട്ടുന്നില്ല അത് ചെയ്യാൻ വേണ്ടി. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇവർ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് കരഞ്ഞുകൊണ്ട്, കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് കുറേ അധികം വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കരച്ചിൽ കാണുമ്പോൾ, സാധാരണ ആരെങ്കിലും കരഞ്ഞു കാണുമ്പോൾ എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. എന്നാൽ ഇവരുടെ കരച്ചിൽ കാണുമ്പോൾ അത് തോന്നുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരുടെ കരച്ചിൽ ജെന്യൂൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപാട് പേര് പറയുന്നുണ്ട് അവരുടെ കരച്ചിൽ ഫേക്കാണ്, വെറും ഡ്രാമയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്രം തോന്നുന്നതല്ല അത് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കണം, എൻ്റെ വീഡിയോയിൽ വരുന്ന കമൻറ്റുകൾ നോക്കണം. അത് കാണുമ്പോൾ അറിയാൻ പറ്റും. കിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ വീഡിയോയ്ക്കകത്ത് അവൻ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അവൻ അനുഭവിച്ച വിഷമങ്ങളും അവൻ കടന്നുപോയ വഴികളും അവൻ അനുഭവിച്ച ട്രോമയും അതിലൂടെ അവൻ എത്തിപ്പെട്ട സാഹചര്യങ്ങളും ഇതെല്ലാം അവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും ഈ രേഷ്മ പി തങ്കച്ചനെ വെളുപ്പിക്കാൻ നടക്കുന്ന ടീമുകളുണ്ട്. വീണ്ടും പറയുന്നു, അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇനി ഇവരെന്താ ചെയ്യേണ്ടത്? കിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. ഇവരിപ്പോൾ ദുബായിലാണല്ലോ, ഇവർക്ക് നാട്ടിൽ വരുന്നവരെ ക്ഷമിക്കാമല്ലോ. ഇവർ നാട്ടിൽ വന്നതിന് ശേഷം കിച്ചുവിനെ പോയി നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ കിച്ചുവിനെ ഫോൺ ചെയ്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ വിഷയം സോൾവ് ചെയ്യാനല്ലേ നോക്കേണ്ടത്. ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഇവരതല്ലേ ചെയ്യുള്ളൂ. മറിച്ച് ഇവർ യൂട്യൂബേഴ്സിനെ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് പിന്നെയും. ഇന്നലെ തൊട്ട് കേൾക്കുകയാണ് യൂട്യൂബേഴ്സിനെ വെല്ലുവിളിക്കുന്നത്. എന്തായാലും നമുക്ക് കാര്യം ചെയ്യാം. ഇവരുടെ അടുത്തൊരു 2-3 വീഡിയോ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ കൂടി തന്നെ കിച്ചുവിൻ്റെ ഈ വീഡിയോ വന്നതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അതിനിടയിൽ കൂടി ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇന്റർവ്യൂവിൻ്റെ പ്രമോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എത്രമാത്രം ഡ്രാമാറ്റിക് ആണെന്ന് ആലോചിക്കണം. കിച്ചുവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെ വീഡിയോ കാണാനുള്ള സമയമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു അല്ലേ. അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഇവരുടെ ഈ ഇന്റർവ്യൂ പ്രൊമോഷൻ വീഡിയോ വന്നു. അന്ന് രാത്രിയാണ് ഇവർ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ചിരിച്ച് തമാശ പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ കൊടുത്തിട്ട് അന്ന് രാത്രി വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കരച്ചിൽ അഭിനയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നേ വീണ്ടും 1-2 വീഡിയോകൾ വീണ്ടും ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തെല്ലാം വീഡിയോകൾ കണ്ട് സംസാരിക്കാം. ഒപ്പം ആ ഇന്റർവ്യൂവും കാണണം. എനിക്ക് ഇന്റർവ്യൂവറോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചേട്ടന് പണി അറിയില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് പ്ലീസ്. ബാക്കിയുള്ള ആങ്കേഴ്സിന്റെ വില കളയരുത്. വീഡിയോ കാണാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലേ, ഒരുപാട് പേര് വിളിക്കാനായിട്ട് ഒരുപാട് പേർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചതായിരിക്കും അല്ലേ. നല്ലതാ. ഒരു സൈഡിൽ സത്യങ്ങൾ വിളിച്ച് പറയാൻ ആൾക്കാരുള്ളപ്പോൾ ഒരു സൈഡിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. ഉണ്ടല്ലോ ചില ആൾക്കാർ ഇപ്പോഴും വിളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൾ പാവമാണ്, അവൾ ഭയങ്കര പാവമാണ്. ഈ പറയുന്ന കിച്ചു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സുധിയുടെ ഡെഡ് ബോഡി കാണാൻ പോയ സമയത്ത് കിച്ചു പറഞ്ഞത് രേഷ്മ പി തങ്കച്ചൻ്റെ കുടുംബക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഈ അളിയനുണ്ട്, പിന്നെ വേറെ ആരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച കാര്യം പറയുന്നത്. പക്ഷേ ഇപ്പോൾ വളച്ചൊടിച്ച് എവിടെ കൊണ്ട് വെച്ചു? രേഷ്മ പി തങ്കച്ചൻ കൂടെ പോയി 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു എന്ന കഥയിലേക്ക് കൊണ്ടെത്തിച്ചു ഇവരുടെ വെളുപ്പിക്കൽ ടീംസ്. ആ കഥ രേഷ്മ പി തങ്കച്ചനും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടില്ല, ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ അന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പോയിന്നോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് പോയ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ അച്ഛൻ കിച്ചൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത ബില്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്ത് ആരാണ്? കേൾക്കാം. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB-യിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. നിരവധി ആണുങ്ങളെയും പെണ്ണുങ്ങളെ തകർക്കുന്ന സ്ത്രീയോ? അത് നിങ്ങൾ പേര് പറയാത്ത അതാരാ? ഞാൻ കുറച്ച് മുൻപ് ഷഫീനച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു വിഷയം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഷഫീനച്ചിയാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. ബാക്കി കേൾക്കാം, എന്നിട്ട് പറയാം. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. രേഷ്മ പി തങ്കച്ചനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങളുടെ മകൻ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന കിച്ചു, ഓക്കെ, കിച്ചു നിങ്ങളുടെ മകനാണ്, നിങ്ങൾ അവനെ പൊന്നു പോലെയാണ് നോക്കുന്നത്, നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഈ കിച്ചു വേറൊരാൾ വന്ന് പറഞ്ഞാൽ ഉടനെ മാനിപ്പുലേറ്റഡ് ആവൂ? അത്രക്കുള്ള ബോധം കിച്ചുനുള്ളോ? ഷഫീന ചേച്ചിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ, ഷഫീന ചേച്ചി കിച്ചുവിനെ കാണാൻ പോയത് എപ്പോഴാണ്? വീഡിയോ കിച്ചു ഇട്ടു അതിൻ്റെ അടുത്ത ദിവസമാണ്, അതായത് ഇന്നലെ. ശരിയാണോ അല്ലയോ? ഇന്നലാണല്ലോ നിങ്ങളെ പോസ്റ്റ് കണ്ടതല്ലേ, ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനു മുൻപ് എത്രയോ പ്രാവശ്യം കിച്ചുവിനെ ഷഫീന ചേച്ചി വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2 ദിവസം മുൻപ് വരെയും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരാളിലൂടെ മാനിപ്പുലേറ്റഡ് ആയി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും മാത്രം മന്ദബുദ്ധികളല്ല മലയാളികൾ. കിച്ചുവിനെ കണ്ടു, സംസാരിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കിച്ചുവിനെ വെച്ചുകൊണ്ട് തന്നെ, കിച്ചുവിനെ നിർത്തിക്കൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അവരതൊന്നും ചെയ്തിട്ടില്ലല്ലോ.
അവർ കാണാൻ പോയി അവിടെ കണ്ട കാര്യങ്ങൾ തിരിച്ച് വന്നിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മാനിപ്പുലേഷൻ എവിടെയാണ് നടക്കുന്നത്? നിങ്ങളാണ് ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അവൻ വായ തുറന്നപ്പോൾ എപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, കിച്ചു എന്ന് വാ തുറക്കുന്നു അന്ന് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖംമൂടി അഴിയുമെന്ന് എല്ലാ വ്ളോഗേഴ്സും പറയുന്നുണ്ടായിരുന്നു. കിച്ചു വായ തുറക്കുന്നില്ലെന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വെച്ചിട്ട് എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ഈ രേണു സുധി എന്നുള്ള പേര് മാറ്റിയിട്ട് ചേർത്തണ്ട. സുധി എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പേരിന് നിങ്ങൾ എന്തെങ്കിലും വാല്യൂ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോയപ്പം ആ പേര് മാറ്റിയിട്ട് പോകുമായിരുന്നു. നിങ്ങളെ രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് തന്നെ നിങ്ങൾ ചെയ്യുമായിരുന്നു. എന്തേ? നിങ്ങളുടെ അപ്പൻ്റെ പേര് ചേർത്താൽ പറ്റത്തില്ലേ? പിന്നെ സുധി നിങ്ങളുടെ ഹസ്ബൻഡാണ്, നിങ്ങളുടെ പേര് ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, തർക്കമില്ല. എന്നാൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേരിനും ഹസ്ബൻഡിനും ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ശരീരഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ പേര് നിങ്ങളുടെ പേരിൽ നിന്ന് മാറ്റുമായിരുന്നു. നിങ്ങൾ അന്തസ്സുള്ള സ്ത്രീ ആയിരുന്നുവെങ്കിൽ. ചെയ്തില്ല. അതിൻ്റെ പരിണത ഫലം അനുഭവിച്ചത് ആ 22 വയസ്സുകാരനാണ്. അവൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കാനോ അവൻ്റെ കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് നോക്കാനോ അവന് പറ്റുന്നില്ല. ഇത്രയും വർഷങ്ങൾ അവൻ ഈ വിവരം പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവനത് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ ശരീരഭാഗം കാണിച്ചു തുടങ്ങിയ ശേഷമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന പേരും പറഞ്ഞിട്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക, നിങ്ങൾ എന്ത് കാണിക്കും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇപ്പുറത്തൊരു ചെറുപ്പക്കാരൻ 22 വയസ്സുകാരനുണ്ട് നിങ്ങളുടെ മകൻ എന്ന ലേബലിൽ. അവൻ്റെ മുഖം ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പണിക്ക് പോകില്ലായിരുന്നു. ഇനാഗുറേഷൻസ് ഉണ്ട്, വർക്കുകളുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും പിന്നെയും ആർത്തിയാണ് കാശിനോടുള്ള ആർത്തി കൊണ്ട് ശരീരഭാഗം കാണിക്കാൻ ഇറങ്ങി. എന്നിട്ട് പേരെന്താണ്? എക്സ്ക്ലൂസീവ്. ഒന്നും പറയാനില്ല. ഒരു മകനും സഹിക്കാൻ പറ്റില്ല. ഒരു മകൻ. മനസ്സിലായില്ലേ? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അവൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഒരു വ്ളോഗേഴ്സിൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കേണ്ട. ഷഫീന ബീവി അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലൊരു മാതൃഹൃദയം ഉള്ളതുകൊണ്ടാണ്. അവരുടെ മകൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ സ്ഥാനത്ത് ആ പയ്യനെ കണ്ടതുകൊണ്ടാണ്. അവൻ്റെ വിഷമങ്ങൾ അവന് പറഞ്ഞപ്പോൾ അവർക്ക് അത്രയും ഫീൽ ചെയ്ത് അതുകൊണ്ടാണ്. നാളെ നിങ്ങളുടെ വാലുകൾ എന്ന് പറയും ഞാൻ അവരുടെ ബിനാമിയാണ്. പറഞ്ഞോ, ഡസൻറ്റ് മാറ്റർ. സത്യം പറയുമ്പോൾ അത് ബിനാമിയായി ചിത്രീകരിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നുമില്ല. ബാക്കിയൊക്കെ എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് തീരത്തില്ല. ഓ, ഭീഷണി തീരാതിരിക്കണം എന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ മിനിറ്റിനും ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇവർ വീഡിയോകളൊന്നും കാണാറില്ല. ഞാനൊന്നും കാണാറില്ല. ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞു നടന്നിട്ട് ഇപ്പം എന്ത് പറ്റി? മോൻ വായ തുറന്നപ്പോൾ ഫയർ അണഞ്ഞു പോയോ? എന്താ പറ്റിയേ? വിചാരിച്ചില്ലല്ലേ അവനിപ്പോൾ ഓപ്പൺ അപ്പ് ആവുമെന്ന്. എന്നും ഇതുപോലെ ഇങ്ങനെ കാണിച്ച് നടക്കാമെന്ന് വിചാരിച്ചു അല്ലേ? അവൻ ഓപ്പൺ അപ്പ് ആവുമെന്ന് വിചാരിച്ചില്ല. നിങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ചയും വാങ്ങി അവൻ വായ അടച്ച് മിണ്ടാതിരിക്കുന്നു വിചാരിച്ചു. നിങ്ങൾ വായ തുറക്ക്. നിങ്ങൾ ആരെ പേടിപ്പിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ പറയും. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും ഞങ്ങൾ. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടെ നിൽക്കും. അത് ഉറപ്പ് തരുവാണ്. നിങ്ങളുടെ ഭാഗത്ത് 1% ന്യായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ എന്താണോ ചെയ്തത്, നിങ്ങൾ എന്താണോ പറഞ്ഞത്, അതൊക്കെ തന്നെയാണ് അവൻ്റെ വീഡിയോ കൂടി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ മുഴുവനായിട്ട് അവനും പറഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ കണ്ണുനീര് വരാണ്ട് എങ്ങനെയാണ് കരയുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വിഷ്വൽ കാണുമ്പോൾ ആ വിഷ്വലിലെ ആർട്ടിസ്റ്റ് കരയുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരും. അറിയാണ്ട് നമ്മൾ കരഞ്ഞു പോകും. പക്ഷേ ഇവിടെ കണ്ണുനീര് വരാണ്ട് എങ്ങനെയാണ് കരയുന്നത്? അതൊരു പുതിയ ഒരു പരിപാടിയാണ്. എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കേൾക്കാം. അറിയാവുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും എന്ന് ആണ് നേരം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക രേഷ്മ പി തങ്കച്ചൻ, നിങ്ങളുടെ കുറ്റങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളത് മാത്രമാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ അതാണ്. നിങ്ങൾ ആളുകളെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ആളുകളെ എന്താ പറയുക പുച്ഛിക്കുന്നു, താറടിക്കുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്. നിങ്ങളിപ്പോഴും നിങ്ങളെന്തോ വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. ഞാനെന്തോ വലിയ സംഭവമാണ്, ഞാനെന്തോ വലിയ സെലിബ്രിറ്റിയാണ്. അതിന് താഴേക്ക് വാ. നിങ്ങളൊന്നും അല്ല. ആളുകൾ നിങ്ങളെ അത്ര വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ചിങ്കിലുകൾ മാത്രമാണ് മനസ്സിലാക്കാത്തത്. ഇതെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടാവണം. അത്രയൊക്കെ പറയുന്നുള്ളൂ. നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ പ്രവർത്തികളിലും ആ മാന്യത ഒരാൾക്കും തോന്നിയിട്ടില്ല. തോന്നിയ ചില ആൾക്കാർ അവരുടെ ക്വാളിറ്റി നമുക്കറിയാം. ആ തോന്നിയ ആൾക്കാരുടെ ക്വാളിറ്റി മനസ്സിലായോ? 3 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ട് ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം വരെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? നിങ്ങളുടെ അടുത്തേക്ക് സുധി അങ്ങോട്ട് വന്നതാണോ? അല്ല, അതേക്കുറിച്ച് എനിക്കറിയില്ല. എവിടെയും പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു എന്നാണ് കിച്ചുവും പറയുന്നത്. വീഡിയോ കോൾ ചെയ്തു. അതിനുശേഷമാണ് സുധി വന്നിട്ട് കിച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. കല്യാണം കഴിക്കട്ടെ, എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നത് എന്നാണ് കിച്ചു പറഞ്ഞത്. സുധി അങ്ങോട്ട് വന്നതല്ലല്ലോ ആണോ? നിങ്ങൾ ഇങ്ങനൊരു മകനുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെന്നതല്ലേ? പിന്നെ ഈ ഒരു കണക്ക് പറച്ചിലിൻ്റെ ആവശ്യം എന്താണ് അവിടെ? കിച്ചു തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമായിരുന്നു, നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇഷ്ടം അങ്ങ് മാറിപ്പോയി. അവനെ ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടി. അവൻ പറയുന്നു 3 വർഷം അവനൊരു റൂമിനകത്ത്, കമ്പ്യൂട്ടറും അവനും മാത്രം ഒരു റൂമിനകത്ത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങും. ആരോടും മിണ്ടാട്ടമില്ല, ആരും അവനോട് മിണ്ടത്തില്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു പയ്യൻ്റെ ബാല്യകാലം, അവൻ ഒരുപാട് എൻജോയ് ചെയ്യേണ്ട സമയം നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചത് അവൻ്റെ
കുട്ടിക്കാലമാണ്. അതിൻ്റെ ട്രോമ അത് അവൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. 22 വയസ്സുകാരൻ ഒരു 10 വർഷം മുന്നുള്ള ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. അവൻ്റെ എത്ര ഉയരത്തിലെത്തിയാലും അവൻ്റെ മനസ്സിൽ ഈ സാധനം നടക്കും. അവനെ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിക്കുമെങ്കിൽ അത് എത്തിക്കുന്നത് അവൻ്റെ ഈ ഫയർ ആയിരിക്കും. അവൻ്റെ കുട്ടിക്കാലത്ത് അവന് കിട്ടിയ ഈ അനുഭവങ്ങളായിരിക്കും. എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട് ആ കുട്ടിയെ. ഓ, ഔദാര്യം. ഉപദ്രവിച്ചിട്ടില്ല, ഔദാര്യം. നിങ്ങളുടെ കൂടെ അവൻ എത്ര നാളുണ്ടായിരുന്നു? കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB-യിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ വീണ്ടും ചോദിക്കുന്നു, അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ മാനിപ്പുലേറ്റഡ് ആവാനായിട്ട് അപ്പോൾ അവന് ഓൾറെഡി നിങ്ങളോട് ദേഷ്യം ഉണ്ടെന്നില്ല അതിനർത്ഥം. ആ ദേഷ്യത്തിൽ ഒരു കാരണം ഉണ്ടാവണമല്ലോ. അങ്ങനെ മാനിപ്പുലേഷൻ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് സത്യം. പക്ഷേ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ മാനിപ്പുലേറ്റ് ആവണമെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ദേഷ്യം ഉണ്ടാവണം. ആർക്കാ? കിച്ചുവിന്. ആ ദേഷ്യത്തിനൊരു കാരണം ഉണ്ടാവണമല്ലോ. നിങ്ങളിപ്പോഴും കിച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളാണ് ഇപ്പം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്തിനായിരുന്നു? ആളുകൾ വന്ന് സത്യങ്ങൾ കണ്ടിട്ട് റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട് അല്ലേ? ഈ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നത് തന്നെ ഒരു കളത്രമാണ്. ആളുകൾ റിയാക്ട് ചെയ്യട്ടെ, പറയട്ടെ, പറയുന്നവർ പറയട്ടെ. ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാത്ത ഒരാളല്ലേ. പറയുന്നവർ പറഞ്ഞിട്ട് പോട്ടെന്ന് വിചാരിക്കും. അവൻ്റെ വീഡിയോ കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, സത്യം മനസ്സിലായിട്ടുണ്ട്. അവർ വന്ന് പ്രതികരിക്കും. അത് പേടിച്ചിട്ടാണ് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരുടെ ഉപദേശമാണെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോൺടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും പറയണം, മലയാളികൾ മണ്ടന്മാരല്ല. രേഷ്മ പി തങ്കച്ചൻ, നിങ്ങൾ മെനിഞ്ഞാന്ന് വരെയും കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് കിച്ചു നിങ്ങളെ വിളിക്കുകയും നിങ്ങൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത്രയും സ്നേഹത്തോടെ നടക്കുന്ന ഒരു കുട്ടി, ഇതുവരെയും കാണാത്ത ഒരാൾ, എപ്പോഴും നിങ്ങളെ വിമർശിക്കുന്ന ഒരാൾ, രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ എപ്പോഴും വിമർശിക്കുന്ന ഒരാൾ, കിച്ചുവിനെ ഉൾപ്പെടെ വിമർശിക്കുന്ന ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കേട്ട് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുമോ? നിങ്ങൾ ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? എടോ, നിങ്ങളെ പുറകെ നടക്കുന്ന കുറേ വാലുകളുണ്ടെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും മണ്ടന്മാരല്ല. ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ ഇതേ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ചില ആൾക്കാർ നിങ്ങൾ പറയുന്നത് മാത്രമാണ്, ഈ കോമളത്തെ പോലെയും ബിന്ദുവിനെ പോലുള്ള ആൾക്കാർ നിങ്ങൾ പറയുന്നതാണ് വേദവാക്യം എന്ന് പറഞ്ഞാൽ അയ്യോ പാവം അവളിരുന്ന് കരയെന്ന് കണ്ടില്ലേ എന്ന് ചിന്തിച്ചിട്ട് കണ്ണീര് പൊഴിക്കുന്നുണ്ടാവും. പക്ഷേ ബോധമുള്ള മലയാളികൾ ഇതിൻ്റെ നെല്ലും പതിരും മനസ്സിലായിട്ടുണ്ട്. എവിടെയാണ് സത്യം, എവിടെയാണ് കള്ളമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യും. പിന്നെ ഞാൻ കിച്ചു നിങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കിച്ചുനെ വിളിച്ചു, സംസാരിച്ചു, പ്രൂവ് ചെയ്യും. നിങ്ങൾ കാശിട്ട് കൊടുത്തു, പ്രൂവ് ചെയ്യും. വെറുതെ വായ്ത്ത കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് കിച്ചു വന്ന് സംസാരിക്കൂ. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിച്ചു ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി ചെയ്യില്ലായിരുന്നു. നിങ്ങളുമായിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ കിച്ചു ആദ്യം വിളിക്കുന്നത് നിങ്ങളായിരിക്കും. അമ്മ ഞാനിങ്ങനെ പറയാൻ പോകുന്നു, ഞാനിങ്ങനെ സംസാരിക്കാൻ പോവുകയാണ് എന്ന് വിളിച്ച് അനുവാദം ചോദിക്കുമായിരുന്നു. കിച്ചു ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട്, ഞങ്ങൾ തമ്മിൽ വല്ലപ്പോഴും വിളിക്കും, അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അമ്മ എന്നെ വിളിക്കും, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അതിലപ്പുറം ഒരു കോൺടാക്ട് ഞങ്ങൾ തമ്മിലില്ല. അതുകൊണ്ടാണ് എനിക്ക് അമ്മേനെ പലതും വിലക്കാൻ പറ്റാത്തതെന്ന് കിച്ചു പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളാണ് ശരിക്കും ഇപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. രേഷ്മ പി തങ്കച്ചൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇൻ്റർവ്യൂ കൊടുക്കാനോ പ്രൊമോഷൻ കൊടുക്കാനൊന്നും ഒരു പ്രശ്നമുള്ള എക്സ്ക്ലൂസീവിൽ ഫോട്ടോ ഇടാനോ വീഡിയോ ഇടാനോ മറന്നിട്ടില്ല. അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കരച്ചിലിനൊക്കെ എന്താണ് അടിസ്ഥാനം? കേൾക്കാം ആ ഇൻ്റർവ്യൂ. നമസ്കാരം, ഞാനിപ്പം രേണുസുതിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇപ്പോഴത്തെ സെലിബ്രിറ്റി തന്നെയാണ് രേണുസുതി. രേണുസുതി നമസ്കാരം. നമസ്കാരം ചേട്ടാ, നമസ്കാരം. നമ്മൾ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ദുബായിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടിരുന്നു. അതെ കഴിഞ്ഞ വർഷം 2025 നമ്മൾ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും കാണുന്നു. ഒരുപാട് സന്തോഷം. രേണു ഒരുപാട് പ്രോഗ്രാമിൽ പോകുന്നു, ഒരുപാട് അതായത് രേണു എന്നൊരു ഐഡന്റിറ്റി ഒരു ബ്രാൻഡായിട്ട് ഐക്കോണിക്കാക്കി മാറ്റിയത്. ഓക്കെ, കാരണം രേണു എന്നുള്ളൊരു ബ്രാൻഡ് ഉള്ളതുകൊണ്ടാണ് പലരും അത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് രേണു പറയുന്നത്? ഇപ്പം ഞാനുള്ളത് നമ്മുടെ ചെമ്പരത്തിയിലാണ്. അതായത് നമ്മുടെ UAE റാസൽ ഗെയിമിൽ ഇപ്പം എന്നെ ഇവർ വിളിച്ചതിന്റെ കാരണം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഇടയിൽ കൂടെ പ്രൊമോഷൻ ചെയ്യാൻ മറന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഇന്നടത്താണ് എന്ന് പറയാൻ മറന്നിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ബാർ റെസ്റ്റോറൻറ്റുകാരായിരിക്കും ഒരു പക്ഷേ ഈ ഇൻ്റർവ്യൂ തരപ്പെടുത്തി കൊടുത്തത്. മുൻപ് ദുബായിൽ വെച്ച് കണ്ടെന്ന് പറയുന്നു. ആ ഒരു പരിചയം വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ഈ വെളുപ്പിക്കൽ ഇൻ്റർവ്യൂ. ഒരു 6 മിനിറ്റ് മാത്രമേ, ഇപ്പം നിലവിൽ ഇത് ഫസ്റ്റ് പാർട്ടാണെന്ന് തോന്നുന്നു, 6 മിനിറ്റ് മാത്രമേ ബാക്കി ഉള്ളൂ. ഈ 6 മിനിറ്റിൽ പകുതിയോളം വ്ളോഗേഴ്സിന് തന്നെയാണ് കുറ്റം പറയുന്നത്. ഈ ഇൻ്റർവ്യൂ എന്തിനു വേണ്ടിയായിരുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായ കാര്യം, ഇതൊരു വെളുപ്പിക്കൽ ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇത് എപ്പോഴാണ് എടുക്കുന്നത്? തിരിച്ചു വന്ന ആ വീഡിയോ ചെയ്തതിന് ശേഷം എക്സ്പ്രഷൻ എന്താണ്? ഹാപ്പിയാണ്. മനസ്സിലായോ? പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് പോയിരുന്ന് കരഞ്ഞിട്ട് അയ്യോ ഞാൻ അങ്ങ് മറ്റേ കെട്ടിത്തൂങ്ങി പോകാൻ പോവാണ് എന്ന് പറയുന്നത്. കേൾക്കാം.
ചേട്ടൻ ഇത്രയും ദൂരെ തന്നെ വന്ന് കാണാൻ കാരണം ആ രേണു സുധി എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഇവർ വിളിച്ചത്, നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും എന്നെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്ന റോബി ചേട്ടൻ തന്നെയാണ് എന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക ചെമ്പരത്തിയിലേക്കും ക്ഷണിച്ചതും. ഞാൻ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും, എന്നാൽ പോലും നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2-3 ദിവസം കൂടെ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം ഈ ആൾക്കാരെല്ലാം എന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പേരെടുത്തിട്ട് പറയണമെങ്കിൽ അതിനകത്ത് റീച്ചാണ്. എന്ത് പറഞ്ഞു ഇപ്പൊ ഞാനൊരു മീഡിയക്കാരൻ, ഇപ്പം ഒട്ടുമിക്ക കേരളത്തിലെ മീഡിയക്കാരൊക്കെ ആയിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്, ബ്രദേഴ്സായിട്ട് അവരെ ചേച്ചിമാരുമായിട്ടൊക്കെ നല്ല കൂട്ടാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും ഈ റീച്ച് വെറുതെ, അവർ ഇങ്ങോട്ട് പറയും വെറുതെ ഒരാൾക്ക് റീച്ച് ആകണമെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് രേണുസുതി എന്നുള്ളൊരു ഹാഷ്ടാഗ് ഇടുക, 2 തലക്ക് വിളിക്കുക, രേണുസുതി അങ്ങനെയാണ് രേണുസുതി ഇങ്ങനെയാണെന്ന് പറയാം. റീച്ചാണ്, അവരുടെ അക്കൗണ്ട് റീച്ചായി. പിന്നെ രേഷ്മ പി തങ്കച്ചന് അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ അത്രമാത്രം വെറുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കാണാനും അവിടെ വന്ന് 10 തെറി പറയാനും ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ കാണുമ്പോഴത്തേക്ക് സംസാരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളങ്ങ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും താല്പര്യമുണ്ടായിട്ടല്ല. അപ്പം ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിൽ. കിച്ചുവിൻ്റെ വീഡിയോ കൂടി വന്നപ്പോഴേക്കും അത് പൂർണ്ണമായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന, നിങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ, ഈ സബ്സ്ക്രിപ്ഷനും അതും ഇതൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട പറ്റില്ല, അവർക്ക് മാസം വരുമാനമായി. അതാണ് രേണുസുതിയെ കൊണ്ടുള്ള ഒരു ആകെ ഒരു ഗുണമാണ്. അതെ, രേണുവിന്റെ പേരിൽ എന്തെങ്കിലും ഒരു വിവാദം അവർ ക്രിയേറ്റ് ചെയ്യുന്നു, ഇല്ലാത്ത കഥകൾ. അതെ അതെ തീർച്ചയായും. ഇങ്ങനെ ഈ കഥകളിലൂടെ എൻ്റെ ആങ്കർ ചേട്ടാ, നിങ്ങൾ ഒരെണ്ണം കാണിച്ചു തരുമോ ഇല്ലാത്ത വിവാദം ക്രിയേറ്റ് ചെയ്തത്? ഒരെണ്ണം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. രേഷ്മ പി തങ്കച്ചനെ കുറിച്ച് യൂട്യൂബേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരെണ്ണം, ഒരു വിവാദം ഞാൻ ഈ ആങ്കർ ചേട്ടനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ചോദിക്കുമ്പോൾ നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് ചോദിക്കണം. നിങ്ങൾ വെളുപ്പിക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ ഇൻ്റർവ്യൂ ആണ്, മനസ്സിലായി. പക്ഷെ അതിനകത്തൊരു എത്തിക്സ് ഉണ്ട്, എത്തിക്സ് വേണം. കഷ്ടം തന്നെ. വരുമ്പോൾ സ്വാഭാവികമായും രേണുവിന്റെ ഫീലിംഗ്സ് എന്താ? നമ്മൾ മനുഷ്യരാണല്ലേ, അപ്പം നമുക്ക് ഫീലിംഗ്സും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് എല്ലാ സമ്മിശ്ര വികാരങ്ങളുള്ള ഒരു മനുഷ്യജീവി തന്നെയാണ് രേണുസുതിയും ഞാനും. അപ്പം എന്നെ സംബന്ധിച്ച് സത്യം പറയട്ടെ, എനിക്ക് കുറച്ച് പേരുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന, എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ ചേച്ചിയാണ്, പിന്നെ എനിക്കൊരു മാനേജറുണ്ട് കരീഷ്മ. ഓളെന്ന് വെച്ചാൽ എന്ത് വിഷമം. അതുപോലെ എനിക്ക് ഒരു ബ്രദറുണ്ട്, അതുപോലെ എനിക്ക് നല്ലൊരു തിക് ഫ്രണ്ടും ഉണ്ട്. അവരുടെ പേര് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല. നമുക്ക് എന്ത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. കാരണം ഈ 10,000 പേര് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ ഈ 4 പേര് എൻ്റെ അടുത്തൊന്ന് എടി ഒന്ന് വെല്ലുടി അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ എൻ്റെ അലത്തില്ലാതാവും. അതാണ് എന്നെ ഇങ്ങനെ നിലനിർത്തുന്ന ഒരു ശക്തി. അതല്ല രേണു ലക്ഷക്കണക്കിന് അക്ഷോടാ, എന്നിട്ട് എന്തേ കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങോട്ട് അലുത്തില്ലാതായില്ലേ? ഈ പറയുന്ന ഫ്രണ്ട്സിനോടും മാനേജറോടും ചേച്ചിയോടൊക്കെ സംസാരിച്ചിട്ടും അങ്ങോട്ട് അലുത്തില്ലാതായില്ലേ? അതുകൊണ്ടാണോ വന്നിരുന്ന് കരഞ്ഞങ്ങോട്ട് മെഴുകിയത്, കള്ളങ്ങൾ പറഞ്ഞത്, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? കഷ്ടം. ആൾക്കാർ രേണു ഇഷ്ടപ്പെടുന്നുണ്ടോ? രേണു ഈ രീതിയിൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അത് പോസിറ്റീവായി വരുന്നതിനോട് സന്തോഷമുള്ള ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 100 പേരിൽ 10 പേരായിരിക്കും ഇതിൽ മോശം ചെയ്യുന്നത്. 1 ലക്ഷം പേര് വരുമ്പോൾ ആ കൗണ്ട് നമ്പർ കൂടുന്നതാണ്. ഇപ്പോൾ 10 ലക്ഷം പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ കുറേ പേര്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ എതിർത്താൽ മതി, ആൾക്കാർ ആ എതിർത്തതിനെ മാത്രമേ കാണുള്ളൂ. തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് വശമാണ് എല്ലാവരും കാണുന്നത്. അതായത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ 10 പേര് നമ്മളെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിനകത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ നെഗറ്റീവ് പറഞ്ഞാൽ 10 പേരെ സപ്പോർട്ട് ആരും പൊക്കി പിടിക്കത്തില്ല. അവളെ നെഗറ്റീവ് അടിച്ചു, അതാണ് പൊലിപ്പിച്ച് 1 റീച്ചിലേക്ക് വിടുന്നത്. രേണുസുതി അങ്ങനെയാണ്. ഇപ്പൊ തന്നെ എന്തൊക്കെ വിവാദങ്ങളാണ് ഇനിയും കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട്. ആ ഒരാൾ പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ആ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? 10 പേര് പറയുന്നത് തോന്നിവാസങ്ങളായതുകൊണ്ടും നിങ്ങളുടെ തോന്നിവാസങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവരെ ഒപ്പോസ് ചെയ്യുന്നതും. ഇപ്പുറത്ത് നിങ്ങളുടെ മകനെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെട്ട വ്യക്തി വന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവനെ പൊതുസമൂഹം ചേർത്ത് പിടിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, അവന് വേണ്ടി സംസാരിക്കുന്നത്. ഒരുപാട് പേരെ വിളിച്ചു, നിനക്ക് ഓക്കെ അല്ലേ, നീ പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ ദുബായിൽ, നിന്നെ അറസ്റ്റ് ആയതൊക്കെയാണല്ലോ കേൾക്കുന്നത്. ഇനി നാട്ടിൽ ചെല്ലുമ്പോഴത്തേന് ചെന്നിറങ്ങുമ്പോഴത്തേന് എന്താ പറയാ, 1 പോലീസ് സന്നാഹം എക്സൈസുകാരൊക്കെ പിടിച്ചോണ്ട് പോകുന്നതാണ് പറയുന്നത്. എനിക്കറിയില്ല, വിവാദം നടക്കാണ്. അല്ല, അതൊക്കെ വെറുതെ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലൂടെ അവർ റീച്ച് ചെയ്യാൻ വേണ്ടി ഓരോ ടെക്നിക്ക് ഉപയോഗിക്കുന്നതാണ്. അവർ രേണു അതിൽ കയറി എന്തെങ്കിലും പറയുകയും ആ പറയുന്നത് എടുത്തിട്ട് ആ രേണു ഇങ്ങനെ പറഞ്ഞു അല്ലേ, അച്ചോട ചേട്ടാ പാവം, കഷ്ടമുണ്ട്. എന്താ ഒലിപ്പീര്, എന്താ സുഖിപ്പിക്കൽ. ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ആങ്കറിങ്ങിന് പറ്റിയ ആൾ തന്നെയാണ്. പക്ഷേ ചേട്ടന് സത്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ അതോ സത്യങ്ങൾ ചേട്ടൻ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് രേണുവിനെ വെളുപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതെൻ്റെ സംശയമാണേ. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ചേട്ടനോട്. ഈ വിവാദമുണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ വീഡിയോ ചേട്ടനൊന്ന് എടുത്ത്, അതായത് രേഷ്മ പി തങ്കച്ചൻ ചെയ്യാത്ത കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് സംസാരിച്ച ആ കാര്യങ്ങളൊന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്. രേഷ്മ പി തങ്കച്ചനോട് ചോദിച്ചൊരു കാര്യമില്ല, ചേട്ടനാണല്ലോ ചോദിച്ചത്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഒരു കാര്യം കാണിച്ചെന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആരാണ് ഇല്ലാത്ത കാര്യം പൊലിപ്പിച്ച് കാണിച്ച് വിവാദം ഉണ്ടാക്കിയതെന്ന് അറിയണം. ഓക്കെ. പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഒന്നുമില്ല, ഈ വീഡിയോ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. കേസിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതാണ്.
സൈബർ സെൽ ഇവരെ വിളിച്ചു, സംസാരിച്ചു. അവർ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞു അവരോട്. പക്ഷേ എക്സൈസുകാർ ആ കേസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് ആണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അല്ലാണ്ട് 50 ലക്ഷം ഫൈൻ അടിച്ചെന്നോ അല്ലെങ്കിൽ 10 ലക്ഷം ഫൈൻ അടിച്ചെന്നോ ഇതൊന്നും എനിക്ക് ഇൻഫർമേഷൻ അങ്ങനെ കിട്ടിയിട്ടില്ല. അതിനോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. സോ ഇവരുടെ മാനിപ്പുലേഷനിൽ പല ആൾക്കാരും വീണ് ഇവരെ വീണ്ടും വാനോളം പുകഴ്ത്തി സംസാരിച്ച് വീഡിയോകൾ വരുന്നുണ്ട്, പല കാര്യങ്ങളും കാണുന്നുണ്ട്. എന്തായാലും സത്യമെന്നും സത്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് പേടിയില്ല. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.